ഇരിങ്ങോൾ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെരുമ്പാവൂർ ഇരിങ്ങോൾ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ, ആലുവ രാജഗിരി ആശുപത്രി, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി എന്നിവരുടെ സഹകരണത്തോടെയാണ് സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാജഗിരി ആശുപത്രിയിൽ നിന്നുള്ള ഫിസിഷ്യൻ, പീഡിയാട്രീഷ്യൻ, ഡെന്റൽ വിഭാഗം എന്നിവരുടെ സേവനവും ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ നേത്ര പരിശോധന, കേൾവി പരിശോധന വിദഗ്ധരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമായി. Do our best and leave it to God. That's all we can do, right? We had planned, we were expecting all the people, everyone who registered to come over to do good, and we had only good missions in mind. We had only good plans in mind. Everything was well arranged. But then there is something that we cannot even predict. We cannot even control. It's only in the hands of God. Even our life is like that. We have many plans in mind, but certain circumstances or situations might come up which we cannot control at all. So what we can do is take it up as it comes. It's all right. Okay? തിമിരം കണ്ടെത്തുന്ന രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും നടത്തി കൊടുക്കുന്നതാണ്. സ്കൂളിൽ നടന്ന ക്യാമ്പിൽ നിരവധി ആളുകൾ സൗജന്യ ആരോഗ്യ പരിശോധനയും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും പ്രയോജനപ്പെടുത്തി. Today we have organized a free medical camp. We know that the biggest wealth is having a good health. So to make the healthcare come closer to us, we were able to organize a free medical camp in collaboration with Rajagiri Hospital and LF Hospital. Today we have a chief guest, Panchayat President Bindu Ma'am, to inaugurate and grace this occasion with us. Thank you, ma'am, for your precious time and valuable time that you have been here, and welcome you to the free medical camp. We have a special guest, Mary ma'am. She's always there to support us for all our projects. Thank you, ma'am, for your presence. Welcome you to this free medical camp. As I mentioned earlier, we have done this camp in collaboration with Rajagiri Hospital and LF Hospital. I sincerely welcome all the doctors and staff members from Rajagiri and LF Hospital to this free medical camp. I really thank for their service and spending their valuable time today with us. I extend my warm welcome to our Father John Puthuran, who's our school manager, as well as a great pillar for great support and standing as a great pillar for all the projects and all the programs of our school. Welcome you, Father, to this free medical camp. സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭാഗത്ത് ഒത്തിരിയേറെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഉള്ളത്. നമുക്കറിയാം, പണ്ട് കാലത്തെ പോലെയല്ല, ഇപ്പോൾ പനി പോലെയാണ് ക്യാൻസർ രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻറ്റും ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നമ്മൾ പോകുമ്പോൾ ഇതുപോലെയുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നമ്മുടെ ആളുകൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഈ മഴ നമുക്ക് ഒരു പ്രശ്നമായി മാറുമോ എന്നൊരു സംശയം കൂടിയുണ്ട്. എന്നിരുന്നാലും രാജഗിരി ഹോസ്പിറ്റൽ ഒത്തിരിയേറെ സംഘടനകളുമായി സംയുക്തമായി കൊണ്ട് തന്നെ ആതുര സേവന രംഗത്ത് മികച്ച ക്യാമ്പുകളൊക്കെ നടത്തി രോഗചികിത്സയും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തി രോഗപ്രതിരോധ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പിന് തുടർന്നും പല സ്ഥലങ്ങളിലും നടത്തുന്ന ക്യാമ്പുകൾ നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കർക്കിടക മാസമാണ്. നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ നമ്മുടെ ശരീരം നോക്കിയുള്ള പ്രവർത്തനങ്ങൾ ഈ മാസം നമ്മുടെ ശരീരത്തെ നമ്മൾ പണ്ട് കാലത്തെ പോലെ ശരീരം സൂക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ കർക്കിടക മാസം. നമുക്കറിയാം, ആയുർവേദത്തിൽ അതിന് നമുക്ക് ഒത്തിരിയേറെ ആയുർവേദത്തിൽ ഭക്ഷണഗതികൾ, ആയുർവേദ കഞ്ഞികൾ, അതുപോലെ മരുന്ന് കഞ്ഞികൾ, അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ കർക്കിടക മാസത്തിൽ. പണ്ട് കാലത്ത് കാരണവന്മാരൊപ്പം ഉള്ളപ്പോൾ
ഉലുവക്കഞ്ഞി, അതുപോലെ തന്നെ മരുന്ന് കഞ്ഞി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നു. പഞ്ചായത്ത് അംഗം മേരി പോൾ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജൂബിയ ട്രിസിലറ്റ് പോൾ, മാനേജർ ഫാദർ ജോൺ പുത്തൂരാൻ, അഡ്മിനിസ്ട്രേറ്റർ ആൻലി നൂബി, രാജഗിരി ഹോസ്പിറ്റൽ പ്രതിനിധി ജിജോ മാത്യു, ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. LKG മുതൽ +2 വരെ ഏകദേശം 600ഓളം വിദ്യാർത്ഥികളാണ് സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ അധ്യയനം നടത്തുന്നത്. പെരുമ്പാവൂര് സെന്റ് തോമസ് പബ്ലിക് സ്കൂള് അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഈ വർഷം ക്രമീകരിച്ചിരിക്കുകയാണ്. 25 വർഷങ്ങൾ പൂർത്തിയായതിൻ്റെ ഭാഗമായിട്ട് വിവിധങ്ങളായ പ്രോഗ്രാമുകളാണ് ഈ വർഷം ക്രമീകരിച്ചിരിക്കുന്നത്. സാധുക്കളായ സമീപത്തുള്ളവർക്ക് എല്ലാ ദിവസവും ഭക്ഷണ കിറ്റ് നമ്മൾ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുകയാണ്. അതും അർഹരായവർക്ക് ആശുപത്രിയുമായിട്ട് സഹകരിച്ച് കാറ്ററാക്റ്റിൻ്റെ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ നടത്തുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണമാണ് അതിൽ കൂടി ചെയ്യുന്നത്. അത്യാവശ്യം മരുന്നുകളും നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സെൻറ് തോമസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയും അതുപോലെ തന്നെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെയും സഹകരണത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുവാൻ തക്കവണ്ണം ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.